ഉപ്പളയിൽ നടന്നുവരുന്ന M7 സോക്കർ അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റ് സെമി ഫൈനൽ മത്സരങ്ങളിലേക്ക് കടന്നു. ഡിവൈഎഫ്ഐ മഞ്ചേശ്വരം ബ്ലോക്ക് കമ്മിറ്റിയാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ജാലിസ് മേൽപ്പറമ്പ്, ഷൂട്ടേഴ്സ് പടന്ന, കസബ ബങ്കർ, മംഗളൂരു സിറ്റിസൺ, ഉപ്പള എന്നിവയാണ് സെമി ഫൈനലിൽ മത്സരിക്കുന്ന ടീമുകൾ. 4 ടീമുകളും വിദേശ താരങ്ങളെയും ലീഗ് മത്സരങ്ങളിൽ കഴിവ് തെളിയിച്ച താരങ്ങളെയും അണിനിരത്തിയാണ് പോരാട്ടത്തിനിറങ്ങുന്നത്. ഉപ്പള മണ്ണൻകുഴിയിലെ ഫ്ലഡ് ലൈറ്റ് മൈതാനമാണ് മത്സരവേദി. 100 കണക്കിന് ആളുകളാണ് മത്സരം കാണുന്നതിനായി സ്റ്റേഡിയത്തിലേക്ക് ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത്. ടൂർണമെന്റിനോടനുബന്ധിച്ച് മത്സരങ്ങൾക്ക് മുന്നോടിയായി പ്രാദേശിക കലാകാരന്മാരുടെ നേതൃത്വത്തിൽ വിവിധ കലാസാംസ്കാരിക പരിപാടികളും ലഹരിയാകാം കളിയിടങ്ങളോട് എന്ന സന്ദേശമുയർത്തിയാണ് ഡിവൈഎഫ്ഐ മഞ്ചേശ്വരം ബ്ലോക്ക് കമ്മിറ്റിയും M7 സോക്കർ അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിന് വേദിയൊരുക്കിയത്. മഞ്ചേശ്വരത്തെയും മണ്ണൻകുഴിയിലെയും മഞ്ചേശ്വരം മണ്ഡലത്തിലെ ആകെ ജനങ്ങൾ 2 കൈ നീട്ടി ഡിവൈഎഫ്ഐയുടെ ഈ കായിക ഉത്സവം സ്വീകരിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് കളി കാണാൻ മണ്ണൻകുഴി സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഡിവൈഎഫ്ഐ കായിക രംഗത്ത് നൽകുന്ന സംഭാവനയ്ക്ക് വലിയ അംഗീകാരമാണ് തുളുനാടിൻ്റെ മണ്ണിൽ ലഭ്യമായിരിക്കുന്നത്. തുടർന്നും M7 സോക്കർ മുന്നോട്ട് കൊണ്ടുപോകണം ഓരോ സീസണിലും എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഇത്തരമൊരു കായികമേള സംഘടിപ്പിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനമാണ്. വരും ദിവസങ്ങളിൽ ഡിവൈഎഫ്ഐ ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ധനശേഖരണാർത്ഥമാണ് ഈ ഒരു കളി ഏറ്റെടുക്കാൻ ഡിവൈഎഫ്ഐ തയ്യാറായത്. മെയ് 11 രാത്രിയിലാണ് ഫൈനൽ മത്സരം. ന്യൂസ് ബ്യൂറോ, ഉപ്പള.